റെസ്പെക്റ്റഡ് ഗാർഡമം പ്ലാന്റേഴ്സ്, ഈ കൊല്ലം നമുക്ക് കൂടുതൽ തണുപ്പ് അല്ലേ? ഈ സമയത്തെ ഏലച്ചെടിയെ സംരക്ഷിക്കാനുള്ള മെത്തഡ് ഞാൻ പറയാൻ പോവാ. ഇതുപോലെ സമയത്തിൽ നിങ്ങൾ ഏലച്ചെടിയെ കറക്റ്റ് സംരക്ഷിക്കുവാണെങ്കിൽ കമ്മിങ് സീസൺ ജൂൺ തൊട്ട് ഒക്ടോബർ വരെ വരുന്ന പ്രശ്നം ഈ അഴുകൽ, ഈ പ്രശ്നയിലിരുന്ന് നമുക്ക് തപ്പിക്കാം. രാത്രി സമയത്തെ ഭയങ്കര തണുപ്പ്, പകൽ സമയത്തെ ഭയങ്കര ചൂട്. ഈ സമയത്തെ ഈ മഞ്ഞു കാലത്തെ നമുക്ക് ഈ കേട്, ഈ സീസൺ സമയത്തെ തട്ടമറിച്ചിലും വേരളുകളും ഉണ്ടാക്കുന്ന ഈ പിത്തിയും ഫംഗസ് കൂടുതൽ റീപ്രൊഡക്ഷൻ, ഈ പുനരുൽപാദനം ആകുന്ന ടൈം. ഈ സമയം ഇത് നമുക്ക് കൺട്രോൾ ചെയ്യണം. ഈ സമയം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ സീസണിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ആ സമയം തുരിശ് അടിച്ചാലും തുരിശ് മാത്രം പോരാ, പിന്നെ മെറ്റാലാക്സിൽ അതുപോലെ ഈ സിസ്റ്റമിക് ഫംഗിസൈഡ് കൂടുതൽ നമുക്ക് ഉപയോഗിച്ചാലും ഈ പിത്തിയും ഫംഗസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഈ സമയത്തെ ചെറിയ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സമയത്തെ നമുക്ക് സിംറ്റം എന്താ കാണിക്കുമെങ്കിൽ, ഈ തണുപ്പ് മുടിഞ്ഞ് ഈ ചൂട് വരുന്ന ഈ ജനുവരി എൻഡ് ഫെബ്രുവരി മാർച്ച് മാസത്തെ ഈ ശരത്തിന്റെ, പുതിയ ശരത്തിന്റെ അറ്റത്തിൽ റെഡ് കളറായിട്ട് ഒരു സിംറ്റം കാണിക്കും. ഇത് ഈ പിത്തിയം ഫംഗസ് ഉണ്ടാക്കുന്ന സിംറ്റം. ഈ സിംറ്റം വന്ന ഓട്ടോമാറ്റിക്കലി ആ തോട്ടത്തിൽ നമുക്ക് അഴുകൽ കൂടുതൽ ഉണ്ടായിടും. ഇത് ഇപ്പോ നേരത്തെ നമുക്ക് ഈ സമയം தான் കൺട്രോൾ ചെയ്തിട്ട് ഈ പിത്തിയം ഉണ്ടാകും മുമ്പ് ഈ സ്പോർ സമയത്തെ നമുക്ക് കൺട്രോൾ ചെയ്ത് അത് ക്ലിയർ ആക്കണം. അതിൻ്റെ ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡോക്ടർ മോണാസ് എം കാർബ്, ഈ കാർബൺ പൗഡറോട് ചേർന്ന കോമ്പിനേഷൻ കമ്പൾസറി ഒളിക്കണം. ഒളിക്കുവാണെങ്കിൽ ഇത് ഈ മോണാസ്, ഈ സൂഡോമോണാസ് ട്രൈക്കോഡർമ വിരിഡി വാം ആൻഡ് ഈ കാർബണോട് ചേർന്ന് മൾട്ടിപ്പിൾ ആക്കി മണ്ണിൽ നമുക്ക് കൂടുതൽ ഡെവലപ്പ് ആക്കി നന്മ ചെയ്യ ബാക്ടീരിയ കൂടുമ്പോൾ ഈ കേട് ഉണ്ടാക്കുന്ന ഈ പിത്തിയം ഫംഗസ് കളിച്ച് വളരുന്ന ഈ ബാക്ടീരിയ മണ്ണിൽ വിടുമ്പോൾ തോട്ടത്തിൽ കൂടുതൽ നന്മ ചെയ്യக்கூடிய ബാക്ടീരിയ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെടിയുടെ ഗ്രോത്ത് പക്കവായിരിക്കും. ചെടിയുടെ ഫോട്ടോസിന്തസിസ് കൂടുതൽ പച്ച നിറമായിട്ട് ചെടി നമുക്ക് സമ്മർ മൊത്തം സൂപ്പറായിട്ട് ചെടി നിൽക്കും. സോ ഈ സമയം നമുക്ക് ഈ ഡോക്ടർ മോണാസ് ഈ കാർബൺ കോമ്പിനേഷനിൽ ഒളിക്കണം. ഒളിച്ച് എല്ലാവരും രക്ഷപ്പെടണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മണ്ണിൽ നിമാവിരെ, റൂട്ട് ഗ്രബ്സ് ആൻഡ് മീലിബഗുകൾ കൂടുതൽ അറ്റാക്കാണ്. ഈ വേര് ഡാമേജ് ആണ്. ഈ ചെടിയിൽ കൂടുതൽ ഈ പിത്തിയും ഫംഗസിന്റെ സ്പോർസ് കൂടുതൽ മഞ്ഞുകാലത്തെ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ ഡോക്ടർ മോണാസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന മുമ്പ് മെനറ്റോഡും റാഫലും ചേർന്ന് നിങ്ങൾ ഒളിച്ച് കൂടുതൽ വേരാക്കി ഈ നിമാവെറ ഇല്ലാതെ, ഈ റൂട്ട് ഗ്രബ്സുകൾ ഇല്ലാതെ, മീലി ബഗുകൾ ഇല്ലാതെ, അറ്റാക്ക് ആകാതെ ഈ മണ്ണ് ഉണ്ടാക്കണം. ഈ മണ്ണ് ക്ലിയർ ആവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പിത്തിയം ഫംഗസ് കൂടുതൽ കയറി വരാനായിട്ട് ചാൻസസേ ഇല്ല. ഇതുപോലെ ട്രീറ്റ്മെന്റ് നിങ്ങൾ ചെയ്തിട്ട് ഈ പിത്തിയം ഫംഗസെ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വേര് കറക്റ്റ് വളം വലിച്ച് നിങ്ങൾക്ക് കൂടുതൽ ശിമ്പാക്കും. എന്നാൽ ഈ കാലാവസ്ഥ ഇനി ചൂടാകുമ്പോൾ നമുക്ക് കൂടുതൽ പൂ എടുക്കാതെ, പിഞ്ചു പിടിക്കാതെ, ഇനി കാപ്പിടുത്തം കുറവാകുമ്പോൾ ഈ വേര് വലിക്കുന്ന വളം മൊത്തം സിമ്പായിട്ട് നമുക്ക് മാറും. അപ്പോൾ വെള്ളം കൊടുക്കുന്ന ആൾക്കാർക്ക് കൂടെ കുറച്ച് കാപ്പിടിക്കും, കൂടുതൽ സിമ്പ് ഉണ്ടാകും. സോ നിങ്ങൾ കൂടുതൽ സിമ്പ് ആക്കണമെങ്കിൽ ബെസ്റ്റ് ഈ ട്രീറ്റ്മെന്റ്, ഈ മെനറ്റോഡും റാഫലും ഈ ഡോക്ടർ മോണാസ് ട്രീറ്റ്മെന്റ് മസ്റ്റായിട്ട് ചെയ്യണം. അതുപോലെ ഈ കൂടുതൽ സിമ്പ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഈ DAP കോമ്പിനേഷൻ
ഈ DAP, ഈ നോവ DAP കോമ്പിനേഷനിൽ ഒരു ട്രഞ്ചിങ്ങും കൂടെ ചെയ്യണം. അടുത്ത് ഈ ഫോളിയാർ, ഒരു ഫോളിയാർ ഉണ്ട് 555. ഈ 555 എന്ന് പറയുന്നത് ഫോസ്ഫറസ് 55% ഉള്ള ഒരു സാധനം, നൈട്രജൻ കുറവുള്ള സാധനം. ഇത് കോമ്പിനേഷനിൽ ജിങ്ക് ബോറോണെല്ലാം ചേർത്ത് നമുക്ക് ഒരു ഫോളിയാർ സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിമ്പിൻ്റെ ഈ ഫോസ്ഫറസ് കൂടുതൽ കിട്ടി, നിങ്ങൾക്ക് കൂടുതലായിട്ട് ചിമ്പ് എണ്ണം ആൻഡ് സ്ട്രോങ് ആണ് ചിമ്പും കൂടെ ഉണ്ടാകും. ഈ ഫോളിയാറിൽ നിങ്ങൾക്ക് മിറിപ്ടോൺ എന്ന് ഒരു ലിക്വിഡ് ഉണ്ട്. ഈ മിറിപ്ടോൺ, ഈ ലിക്വിഡ് D6 ഹാർമോൺ. ഈ ഹാർമോൺ ഉള്ള ഈ സാധനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ മഞ്ഞുകാലത്തെ വരുന്ന ഈ ഇറുക്കം, ഈ ചരത്തിൻ്റെ ഇറുക്കം, നാവിടെ ഇറുക്കം, അരുമ്പ് ഇറുക്കം മൊത്തം മാറും. മാറിയിട്ട് നല്ല പൂക്കൾ എടുക്കാനായിട്ട് അരുമ്പ് റെഡിയായി നിൽക്കും. ഈ പകൽ സമയത്ത് കുറച്ച് ചൂട് വന്നാലും ആ സമയത്ത് പൂക്കൾ ഉണ്ടാകും, പാളിനേഷൻ നടക്കും, അരുമ്പ് കരിയാതിരിക്കും. നാളെ മഞ്ഞു മാറിയിട്ട് നല്ല കാലാവസ്ഥ വരുമ്പോൾ പട്ടെന്ന് ഫീൽഡ് കാപ്പിടിക്ക് റെഡിയായിടും. സോ നിങ്ങൾ ഈ മിറിപ്ടോൺ സാധനം ഈ 555 ചേർന്ന് നിങ്ങൾ ഒരു മൈക്രോ ന്യൂട്രിയൻസ് ചേർത്ത് നമുക്ക് സ്പ്രേ കുളിപ്പിച്ച് ചെടിക്ക് 3-4 ലിറ്റർ വെച്ച് സ്പ്രേ ചെയ്യണം. നെക്സ്റ്റ് മണ്ണ് പണി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ണ് വിരിക്കണം. മണ്ണ് വിരിച്ച് ഈ പുതിയ വേര് വരാനായിട്ട് ഈ ഇളക്കം ഉള്ള മണ്ണ് വിരിച്ച് നമുക്ക് കൊടുക്കണം. ചുവട് മാത്രം, ചുവട് ചുറ്റി മാത്രം കൊടുത്താൽ മതി. കൂടുതൽ വേരും ആകും. കൂടുതൽ വേരാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ റെസിസ്റ്റൻ്റ്, ട്രൗട്ട് റെസിസ്റ്റൻ്റ് കിട്ടും. മണ്ണ് വിരിക്കുന്ന മുമ്പ് OMK ഈ ഗ്രാനുവൽസ് ഒരു 1/2 കിലോ മാത്രം ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എല്ലാം, പൊട്ടാഷ് കൂടുതലുണ്ട് ഈ OMK അകത്തെ. സോ പൊട്ടാഷ് കൂടുതലാകുമ്പോൾ തട്ടയ്ക്ക് ഹൈറ്റ് പോകത്തില്ല, സ്ട്രോങ് ആണ് ചിമ്പാകും. അതുകൊണ്ട് നമുക്ക് ഫിസേരിയം വരത്തില്ല. നെക്സ്റ്റ് ജൂൺ ജൂലൈ കാറ്റിൽ തട്ട ഒടിയുന്നില്ല. സോ ഈ പൊട്ടാഷ് കൂടിയ ഈ OMK ഈ സാധനം ഉപയോഗിച്ച് തട്ടയ്ക്ക് കൂടുതൽ ഹൈറ്റ് കയറാതെ നിങ്ങൾ നല്ല ഗർത്തുള്ള ചിമ്പ് ഉണ്ടാക്കി നെക്സ്റ്റ് വരുന്ന സീസണിൽ കാറ്റ് ബാധിക്കാതെ നിങ്ങൾ രക്ഷപ്പെടുക. മണ്ണിട്ട പുറയിൽ നിങ്ങൾ ഇടയ്ക്കുള്ള ചപ്പ്, ഈ കവാത്തെടുത്ത ചപ്പ്, എറുമ്പടിച്ച ചപ്പ് എല്ലാം ചെടിയെ ചുറ്റി പുതയിട്ട് കൊടുക്കണം. പുതയിട്ടിട്ട് വെള്ളം അടിക്കാൻ തുടങ്ങണം. ഇമ്മീഡിയറ്റ് നിങ്ങൾ പുതയിട്ട് ഇല്ലെങ്കിലും കൂടെ ഇമ്മീഡിയറ്റ് വെള്ളം അടിക്കാൻ തുടങ്ങണം. ഈ സമയം വെള്ളം അടിക്കുമ്പോൾ നിങ്ങൾ ഈ മഞ്ഞ് മൂലം ആകുന്ന പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റും. ഈ മഞ്ഞ് കൂടുതൽ വരുമ്പോൾ ചരത്തിൻ്റെ അരുമ്പിൻ്റെ ഇറുക്കം ഈ വെള്ളം അടിക്കുമ്പോൾ മാറും. അതുപോലെ നമുക്ക് ഈ വെള്ളം അടിക്കുന്നത് കൊണ്ട് ഈ അരുമ്പ് ഇറുക്കമായിട്ട് കരുകാതെ കണ്ടിന്യൂസ് നിങ്ങൾക്ക് കായ് സെറ്റിംഗ് ആയിട്ട്, കായ്ക്ക് നല്ല വിലയുണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് കായ് സെറ്റിംഗ് ആക്കണമെങ്കിൽ ഈ സമയം തൊട്ട് വെള്ളം അടിക്കാൻ തുടങ്ങിയ, ഇപ്പോൾ വെള്ളം എല്ലാവർക്കും ഇപ്പോൾ തോടിൻ്റെ വെള്ളം ഉള്ളത് കൊണ്ട് അവർ എല്ലാവർക്കും കൂടെ ഇഷ്ടംപോലെ ഇപ്പോൾ എല്ലാവർക്കും വെള്ളം കാണുന്ന സമയം, ഈ സമയം തൊട്ട് വെള്ളം അടിച്ച് നമുക്ക് ചെടിയുടെ വളർച്ചയ്ക്ക് സപ്പോർട്ട് നിങ്ങൾ ആക്കണം. ഓക്കെ.